എടാ നീ ഏറ്റല്ല ഏറ്റെന്ന് പറഞ്ഞില്ലേ? അപ്പാ നേരെ സന്ധ്യയായി, വേഗം വന്ന് കള്ളു കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ഇന്നത്തെ റേഷൻ കഴിഞ്ഞല്ല, പിന്നെന്താടാ ഒരു ബോണസ്? അപ്പനൊന്ന് വേഗം വാപ്പ, അവൻ എത്ര നേരമായി കിടന്ന് വിളിക്കണത്? ഇന്നെന്താണ് രണ്ടും ഒറ്റക്കെട്ടാണല്ല? ഞങ്ങൾ എന്നേ ഒറ്റക്കെട്ടാണ്. 10ഉം 12ഉം വയസ്സുള്ളപ്പോ അനാഥാലയത്തിൽ നിന്ന് ചാടിയത് തന്നെ ഒരു കെട്ടുമായിട്ടാണ്. അങ്ങനെയല്ലേ കടത്തിന്റെ കിടന്ന് അപ്പനെ കെട്ടി. അന്ന് മുതൽ കട്ടും ഓട്ടിച്ചും കള്ളു മേടിച്ചു വന്ന അപ്പനെ ഞങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കി. എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അപ്പം വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ചക്കിക്കുത്തുന്ന വർത്താനം പറയരുത്. നിന്റെയൊക്കെ ജീവിതത്തിൽ എന്താണ് ഒരു കുറവ്? സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് നല്ല ഒന്നാം തരം ഒരു അപ്പൻ. ഇനി അമ്മ വേണോടാ? ഓ, ഇനി എനിക്ക് കേട്ടാൻ വയ്യ. എന്റെ മേരിക്കുട്ടിയുടെ ആത്മാവിന് പിരാന്ത് പിടിക്കും. അപ്പ അതല്ലപ്പ, പിന്നെന്താ? അവനൊരു കൂട്ട് വേണമെന്ന്. എടാ, അവന് കൂട്ടല്ലേ നീ? നിനക്ക് കൂട്ടവൻ, നിങ്ങക്ക് കൂട്ടി ഞാൻ. പിന്നെന്ത് പുതിയ കൂട്ട്? അതല്ലപ്പ, അവനെ ഒരേ കുഞ്ഞിക്കാല് കാണണമെന്ന്. അത്രേ ഉള്ള. നാളെ അംഗനവാടി വിടുമ്പോ അപ്പന്റെ മക്കൾ അപ്പന്റെ കൂടെ വാ. എത്ര കുഞ്ഞിക്കാല് മോന് കാണണം? അപ്പൻ കാണിച്ചു തരായേ. അപ്പൻ എന്ത് കോപ്പാണ് ഈ പറയണത്? എന്താടാ? അപ്പ ഇവനെ പണിക്കരുടെ മോളാടെ മോളാട് ഒരു ഡിങ്കോൾഫി. ഡിങ്കോൾഫിയാ? അതെന്താണ്? ലപ്പേ ലപ്പ്. ഇവന് ലപ്പാണെന്ന് ആര് പറഞ്ഞു? അവൻ പറഞ്ഞു. അവൻ നിന്നേടെ പറഞ്ഞെന്നുള്ളത് നേരാണ്? പിന്നല്ലാതെ. എടാ, അവൻ അങ്ങനെ ദുരിതച്ചുണ്ടെങ്കിൽ ആദ്യം എന്നോട് വേണ്ടേ പറയാൻ? പിന്നെ ഞാൻ എന്തിനാണ് അപ്പന്റെ കുപ്പായി വിട്ടാണ് നടക്കണത്? അവന്റെ അപ്പൻ തൊപ്പം നീയല്ലല്ല, ഞാനല്ലേ? നീ കേട്ടതിന്റെ എച്ചിലേക്ക് ഞാൻ എന്താണ് പട്ടിയാ? അതല്ലപ്പ, അത് അപ്പനുള്ള റെസ്പെക്ട് കൊണ്ട് പറയായിരുന്നാണ്. നേരാണോ? പിന്നല്ലാതെ. മക്കളുടെ പ്രേമ അപ്പന്മാരോട് പറയാൻ നോക്കുക. സത്യമാണോ? ഇരിയടാ പട്ടി, ചേടാ പന്നി. സത്യം പറഞ്ഞോളാം, നിന്റെ പ്രേമം ഒറിജിനലാണോ അതോ കുന്നുങ്ങളോ ആണോ? ഒറിജിനലാ. അപ്പനെ ഒന്ന് പണിക്കരേട്ടനോട് രഹസ്യമായിട്ട് സംസാരിക്കണം. ഇവിടെ അപ്പൻ എന്തിനാണ് പണിക്കോട് രഹസ്യമായിട്ട് സംസാരിക്കണത്? നീ എന്താ പെണ്ണ് പിടിക്കാൻ പോണം? അപ്പൻ നാളെ പോയി പരസ്യമായിട്ട് ചോദിക്കും. എന്താപ്പാ? ഏയ്, അതൊന്നും വേണ്ട. പിന്നെ നാളെ നമ്മള് പരസ്യമായിട്ട് ചോദിക്കുന്നു. ഇന്നെല്ലാവരും അണിഞ്ഞൊരുങ്ങിയാണല്ലോ. എന്താ ടൗണിലേക്ക് വല്ലതും? ഇങ്ങോട്ട് തന്നെ വന്നതാർന്ന്. ഞാൻ പറയാൻ തുടങ്ങാൻ പോവാറുന്ന്, അപ്പോഴത്തേക്ക് എത്തിയില്ല. ദേ ആദ്യമായിട്ട് അവൻ അങ്ങാട്ട് കൊടുക്കും. മേടിച്ചോടാ കള്ള. ദേ, ഞങ്ങളുടെ ഈ സത്യനെ കുറിച്ച് മോക്കട അഭിപ്രായം എന്താണ്? കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ, രസികൻ. അല്ലാതെ അല്ലേ മോളെ? പക്ഷെ ജോലി കൃഷിയാ. വിദ്യാഭ്യാസം. അപ്പൻ എന്തിനാണ് ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത്? ഞങ്ങൾ വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഉള്ള ആളുകളല്ല. പക്ഷെ ഇവൻ സ്നേഹിച്ചാൽ ജീവൻ കൊടുക്കും. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് കുരുത്തക്കേടും കാണിക്കും. പണ്ട് ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ളവരാ. പക്ഷെ ഇപ്പൊ നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ് തൊമ്മനും മക്കളും നല്ലവരാ. ഇനി മേലാട്ട് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. ആ കാര്യം ഗ്യാരണ്ടിയാ. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ? ഞാനെന്തെങ്കിലും നിങ്ങളോട് അറിയാതെ? അങ്ങനെയൊന്നുമില്ല. കാര്യങ്ങൾ വളച്ചൊടിക്കാതെ അങ്ങോട്ട് പറയാവല്ല. എന്റെ മോൻ സത്യനെ പണിക്കരേട്ടന്റെ ഈ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുവാ? അത് നടക്കില്ല. ശരിയാണ്, ഞങ്ങൾ നിലവർന്ന കാര്യങ്ങൾ ആലോചിച്ചത്. ചിരി അടുപ്പവും പരിചയമൊക്കെ ആയപ്പാ ഞങ്ങളെ തന്നെ മറന്നുപോയി. അതുകൊട്ടെ, സാരല്ലേ. അപ്പാ പോവാ, ആടാ. അയ്യോ, അതുകൊണ്ടല്ല, എന്റെ മോടെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതാണ്. നിങ്ങൾ അറിയാത്ത ചില കഥകളുണ്ട്. കുടുംബത്തിന് താങ്ങുതള്ളുമായി എനിക്കൊരു ആന്തരി ഉണ്ടായിരുന്നു, എന്റെ മകൻ ഗോപികൃഷ്ണൻ. ദേവരുടെ കമ്പനിയില് അവന് മാനേജരായി ജോലി കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരണത്. അവന്റെ കാര്യപ്രാപ്തി കൊണ്ട് കമ്പനി വളർന്നപ്പോ ദേവർക്ക് അവനെ ഒരുപാട് ഇഷ്ടമായി. ദേവരുടെ മകളെ ദേവര് തന്നെ അവന് വേണ്ടി കല്യാണം ആലോചിച്ചു. ഞങ്ങൾ അത് ഉറപ്പിക്കുകയും ചെയ്തു. കല്യാണത്തിന് 2 ദിവസം മുമ്പ് കമ്പനികളിൽ നിന്നും ബാഗിലടയ്ക്കാൻ കൊണ്ടുപോയ വലിയൊരു തുകയുമായി എന്റെ മകൻ കടന്നു കളഞ്ഞു. അവന് പട്ടണത്തിലേതോ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നത്രേ. എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാടറിഞ്ഞ് നടത്തേണ്ട കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തിൽ ദേവരുടെ ഭാര്യ മരിച്ചു.
അതോടെ തേവരുടെ മകൾ ഇനി കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചു. തേവർക്ക് ഞങ്ങളോട് പക തോന്നാൻ ഇതിൽ കൂടുതൽ കാരണം വല്ലതും വേണോ? എന്റെ കൃഷിയും സകല അധ്വാനങ്ങളും തകർത്തു എന്നെ ഒരു കടക്കാരനാക്കി. എങ്കിലും ഞാൻ പിടിച്ചു നിന്നു. ഈ ദുരിതത്തിൽ നിന്നും എന്റെ മോളെങ്കിലും രക്ഷപ്പെട്ടെ എന്ന് കരുതി ഞാൻ അവളുടെ കല്യാണം ഉറപ്പിച്ചു. ഇവരോട് നിർത്താൻ പറ. ഞങ്ങളെ ഉപദ്രവിച്ചത് മതിയായില്ലേ നിങ്ങൾക്ക്? എന്റെ മകൾക്ക് ഒരു ജീവിതമില്ലാതിരിക്കുമ്പോ നിന്റെ ഈ മകൾ സുമംഗലിയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾ ജീവിതകാലം മുഴുവൻ വിധവയായി നിന്റെ മുന്നിൽ തന്നെ കഴിയണം. വെട്ടിക്കൊല്ലാവനെ. എന്റെ മോനെ ഒന്നും ചെയ്യരുത്, അവനെ ഉപദ്രവിക്കല്ലേ. എന്നെ കൊല്ലരുന്ന് പറത്തേവരെ. എനിക്ക് പെണ്ണിനെ വേണ്ട, എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. എങ്കിൽ നീ കെട്ടിയ താലി നീ തന്നെ അഴിച്ചെടുക്ക്. ഇവന്റെ മോളുടെ കഴുത്തിൽ ഇനി ആരെങ്കിലും താലി കെട്ടാൻ തുനിഞ്ഞാൽ പിന്നെ ഈ തേവർ അവന്റെ ജീവൻ തിരിച്ചു തരില്ല. ഇതാണ് പറയണത്. കല്യാണം കഴിച്ച പെൺപിള്ളേര് നെറ്റിയിലെ ഹൈവേയില് കൊങ്കുമം കൊണ്ട് റിഫ്ലക്ടർ ഒന്ന് അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേർവഴി കാണായിരുന്നു. ഇനി തേവര് സിഗരറ്റ് അടിക്കാതെ ആ പെണ്ണിന് ജീവിതം ഉണ്ടോ? ചെമ്മീനിലെ സത്യന് ശീലമാകണമെന്നായിരുന്നു എന്റെ മോഹം. എല്ലാവരും കൂടി എന്നെ പരീക്കുട്ടിയാക്കി കളഞ്ഞിട്ടാ. സംഘടിക്കരുത് ചേട്ടൻ, സംഘടിച്ച് ഞാനും സംഘടിക്കും. പരീക്കുട്ടിയെ നല്ലത്. പരീക്കുട്ടി ആവുമ്പോ അവസാനം ചാവുമെങ്കിലും കരക്കടിയും. സത്യനെ കൊമ്പസ്രാവ് ഉണ്ടാവൂലേ? ജോസ് 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 എന്താടാ ഇത്? ചെമ്പങ്കുഞ്ഞെത്തി ആ ഡിച്ചിന്റെ കാരണക്കളിയാൻ തകർക്കും. അപ്പന് വാങ്ങാൻ പറഞ്ഞ ബ്രാഡി കുടിച്ചു വന്നിരിക്കണം മദ്യപാനി. അപ്പനുള്ള കോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാത്തിന് നിന്റെ അപ്പനെ കടലൊഴിക്കാനാ? നിങ്ങൾക്കൊന്നും അറിയില്ല. എന്റെ നെഞ്ചിപ്പൊ കുത്തിപ്പൊളിച്ച അലമാര പോലെ കൊല്ലൂടെ പണിക്കറിനെ വിളിച്ചു പോയ മോനെ ഞാൻ കൊല്ലും. എന്നിട്ട് കുടിച്ചു കുടിച്ച് ചങ്കുപെട്ടി ഞാൻ ചാവും. ഇങ്ങനെ പോയാ നീ എന്റെ കൈ കൊണ്ടേ ചാകത്തുള്ളൂ. ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പെറ്റിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കും. എന്നാ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തോടെ മോൻ കുടി നിർത്തി. പക്ഷെ ഇന്ന് മുതൽ ഞാനാ അപ്പൻ. അപ്പൻ എന്റെ മോനും. മോനെ എടാ ശിവ, ഒന്നിങ്ങോട്ട് വന്നേ, അല്ലെങ്കിൽ ഇവനെന്നെ മോനാന്ന് പറഞ്ഞ് പിടിച്ച് കാലേരിച്ച് മുള്ളിക്കും. കുട്ട എന്ത് ചെയ്ത് പ്രായമുള്ളവരെ കാലിരുത്തി മുള്ളിക്കാമോ? കാലിന് രോഗം വരില്ലേ? കാലിഫോർണിയ. എന്താടാ ഒരു പുതിയ അഭ്യാസം? നിരാശാകാമുകന്റെ വേഷം കെട്ടി വെള്ളമൊഴിച്ച് നടന്നാലുണ്ടല്ല ചവിട്ടി ഊരമുറിച്ചുകളെ ഞാൻ. എടാ ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില്. നീ അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട. വളർന്ന് ആകാശം മുട്ടിയപ്പോഴാണ് അവൻ്റെ ഒരു പെണ്ണന്വേഷണം. പോടാ പോയി കിടന്നുറങ്ങ. എടാ പോയി കിടന്നുറങ്ങ. പാവം, അവൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. നല്ല വിഷമം കാണും അവന്. തേവരുടെ മോളുടെ കല്യാണം കഴിഞ്ഞ ചിലപ്പോ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും. അല്ലാത്തോടത്തോളം കാലം ഒന്നിനും സമ്മതിക്കൂല. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങ. ഓ തമിഴാണല്ലേ. ഇങ്ങേ ഇങ്ങ ഇങ്ങാട്. ഡോ
തനിക്കെന്താ ചെവി കേട്ടൂടെ? എനിക്ക് ചെവി കേട്ടെന്ത് കാര്യം? ഈ പോത്തിന് മനസ്സിലാകണ്ടേ? അല്ലേലും ചില പോത്തുകൾ അങ്ങനെയാണ്, മറ്റുള്ളവരുടെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും. ഇപ്പൊ പാറുവിന്റെ കാര്യം തന്നെ എടുക്കും. പണ്ടെങ്ങാണ്ടൊരു കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. ഇപ്പോഴും നല്ല പ്രായത്തിൽ തന്നെയാണ്. നമുക്കിവിടെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടാ. ഈ തിരുപ്പതി മൂപ്പനാരെന്ന് കേട്ടണ്ട? നമ്മുടെ തേവാരകളൊക്കെ വലിയ പുള്ളിയാ. അയ്യാക്കൊരു മകനുണ്ട്, ഒരു 6 അടി പൊക്കത്തൊരു പീസ്. ഇൻട്രസ്റ്റ് ഉണ്ടേ പറ, നമുക്ക് ആലോചിക്കും. എന്നെ കല്യാണം കഴിപ്പിക്കാൻ ഇയാൾക്കെന്താ അത്ര നിർബന്ധം? അയ്യോ, നീ പെറ്റ് കിടക്കണ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. നീ ഇങ്ങനെ നിൽക്കണ കാരണം ഒരുത്തി ജീവിതം മുട്ടി നിൽക്കുകയാണ്. അവിടെ കഴുത്തി താലി കെട്ടിയാ കെട്ടിയവനെ തേവര് തട്ടുവന്നു. എങ്കിൽ അതൊന്നും കാണണമല്ല. എന്റെ കൂട്ടുകാരൻ അവളെ കെട്ടാൻ പോയാണ്. അതങ്ങനെ എളുപ്പത്തിൽ നടക്കൂന്ന് കരുതണ്ട. ഒരിക്കൽ താലി കെട്ടിയവൻ ജീവിച്ചിരിക്കുമ്പോ അവൻ രേഖാമൂലം ബന്ധം വേർപെടുത്താതെ മറ്റൊരാളെങ്ങനെയാ അവളുടെ കഴുത്തി താലി കെട്ടുന്നത്? തേവാര് താലി കഴിക്കാൻ പറഞ്ഞപ്പോ അഴിച്ച കൊഞ്ഞാണല്ലേ അവൻ. ആ ബന്ധം അതോട് തീർന്നു. പിന്നെ എന്ത് രേഖ? അല്ല, പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കിൽ അത് ഒപ്പിക്കാം. അവന്റെ 7ാം വാരി നോക്കി ഒരു 4 വെടിവഴിപാട് കഴിച്ച ചുമന്ന കളറുള്ള രേഖ തന്നെ ഒഴുകി വരും. പാറു വണ്ടി വിടും. എന്ത് കാണാൻ നിൽക്കടാ പോത്തുകളെ, പോ. உள்ள போடி அசிங்கமே. சீக்கிரம் போடு. இங்க வா. அப்பாவை தொந்தரவு பண்ணாதே. അകത്ത് വെച്ച് പുറത്ത്. നീ എന്തിനടാ ഈ കതിനാ വെടി കെട്ടിച്ചിരിക്കണം? ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ചിരിച്ചതാ. അച്ഛനൊരു വെടിക്കെട്ട അപകടത്തിലാ മരിച്ചത്. എന്താ ചെയ്യാ, അച്ഛൻ്റെ ഒരു കാര്യം. സാറേ, സാറാണാ സാറേ ഗുണശേഖരൻ സാറ്? അയ്യോ, ഗുണശേഖരനല്ല, ഗുണശേഖരൻ. ഗു ഗു കുമാര സംഭവത്തിന്റെ ഗു. ഓ, കുമാരന്റെ മുമ്പിലുള്ള ഗു. കുമാരന്റെ പിന്നിലല്ലേ ഗു? ഓ, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാമല്ല. സാറിന്റെ മുമ്പിലാണോ ഗു, പിമ്പിലാണോ ഗു? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ശരിയാ, നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലോ സാറേ. സാറിനൊരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ. ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ? ചില്ലറേക്കണ്ട സാറേ, കാര്യമായിട്ട് തന്നെ വന്നേക്കാം. കേട്ടുണ്ടോ? എന്താ കാര്യം? അതിപ്പോ ഇവരാരും അറിയണ്ട. അറിഞ്ഞാ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും. സാർ വാ. പന്നി മലർത്തുകയായിരിക്കും. അതെ. ഏതായാലും കളി മുടക്കണ്ട. 150 അകത്ത്. ഇതെന്താ ഇത്? ഗ്ലാസ് മാറ്റി വെച്ചതാ. ഞാൻ സാറിനെ കുറെ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ്. ഇപ്പഴാണ് ഒത്തു കിട്ടിയത്. ഗുണശേഖരന് കിട്ടേണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. പണിക്കര മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായിരുന്നു. ഇതില് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഇനി ആ പെങ്കൊച്ചന്റെ കല്യാണത്തിനൊന്നും മറ്റവനെ എഴുന്നള്ളിച്ചോണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ. ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യനാ. എന്റെ കൂടെയുള്ള മറ്റവൻ താടി. ഇനി പഴയതുപോലെ അത് മുടക്കാനോ താറുടിപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് ഇലയിൽ വിളമ്പും ഞാൻ. സേമിയ പൈസോട്ടി വിളയും. സുലാൻ വടാ. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ മര്യാദ കിടക്കടാ. ഇതുപോലെ നടന്നാൽ മതിയാ. സമാനമായി.